വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങാ പുട്ടാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 2 പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. മാങ്ങ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പ്യൂരിയാക്കി എടുക്കണം. മാങ്ങ ഞാനിവിടെ പ്യൂരിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 3 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, പകരം നമ്മൾ മാങ്ങയുടെ പ്യൂരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത ശേഷം കൈകൊണ്ട് തന്നെ നമ്മൾ പുട്ടിന് കുഴയ്ക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആയതിനാൽ പഴുത്ത മാങ്ങ കിട്ടുമ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി റെസിപ്പികളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വിട്ടുപോവല്ലേ. നമ്മുടെ പുട്ടിനുള്ള പൊടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് പുട്ടുകുറ്റിയിലേക്ക് മാറ്റാം. തേങ്ങയും പുട്ടുപൊടിയും ഓരോ ലെയറായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം, പിന്നീട് പുട്ടുപൊടി ഇട്ട് കൊടുക്കാം, പിന്നീട് വീണ്ടും തേങ്ങ, വീണ്ടും പുട്ടുപൊടി, അങ്ങനെ നമുക്ക് പുട്ടുകുറ്റി നിറയ്ക്കാം. പുട്ടുകുറ്റിയിൽ തേങ്ങയും പുട്ടും വെച്ച് ഞാനിവിടെ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചിട്ട് നമുക്ക് ആവി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പുട്ടിന് ആവിയൊക്കെ വന്ന് നമ്മുടെ പുട്ട് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് പുറകിൽ നിന്നും കുത്തിയിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് തട്ടിക്കൊടുക്കാം. എന്താ പുട്ടിൻ്റെ ഒരു ചേല്! കണ്ടാൽ തന്നെ ആർക്കായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ തോന്നുമല്ലേ. പഴുത്ത മാങ്ങ വെച്ച് വളരെ പെട്ടെന്ന് തന്നെ ടേസ്റ്റി ആയിട്ടുള്ള പുട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ള വീഡിയോ ആണ് നമ്മളിവിടെ കണ്ടത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കണേ. അടുത്ത ഒരു ഉപകാരപ്രദമായ വീഡിയോയുമായി കാണും വരേക്കും താങ്ക് യു.